السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ ദഈഫായ ഹദീസുമായി ബന്ധപ്പെട്ട ഈയുള്ളവൻ തന്നെ രചിച്ച ഒരു ചെറിയ ഗ്രന്ഥത്തിൻ്റെ വായനയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആ ഗ്രന്ഥത്തിന് ഞാനിട്ട പേര് കശ്ഫു ഹഖീഖത്തിൽ മുറാദ് ബിൽ അമലി ബിൽ അഹാദീസിൽ ലിആഫ്. 2010 അല്ലെങ്കിൽ 2009 ഞാൻ ഈ ഗ്രന്ഥം രചിക്കാൻ തുടങ്ങിയത്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഹദീസിനോടും ഹദീസിൻ്റെ ഉലൂമുകളോടും ഏറെ താല്പര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ദുർബല ഹദീസുകളെ സംബന്ധിച്ച് വിശദമായി പഠിക്കണമെന്ന് തോന്നി. അന്ന് തബ്ലീഗിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. തബ്ലീഗുകാർ ദുർബല ഹദീസുകൾക്കൊരു ഗൗരവം കൊടുക്കാറേ ഇല്ല. ദഈഫായ ഹദീസുകളും സ്ഥിരപ്പെട്ടു എന്ന് പരിശോധിക്കാതെ ദീനീ കാര്യങ്ങൾ അവർ സംസാരിക്കും. വ്യാജ ഹദീസുകൾ വരെ സംസാരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരിക്കൽ സംസാരിക്കവേ, ക്ലാസ് എടുക്കവേ, അവൾ ളുഹറിന് ശേഷം അല്ലെങ്കിൽ പോലുള്ളതിന് നിസ്കാരത്തിന് ശേഷമൊക്കെ വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കും. ഈ ഹദീസ് സ്വഹീഹാണ്, ഈ ഹദീസ് ലഈഫാണ്, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഉസ്താദ്, ഹദീസ് സഹീഹും ലഈഫൊന്നും നീ നോക്കേണ്ടതില്ല, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ലഈഫായ ഹദീസൊക്കെ കിതാബിൽ കൊണ്ടുവന്നിട്ടില്ലേ, ഓൻ്റെ ഒരു സഹീഹും ലഈഫും എന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഒരു ദിവസം, ഒരു വർഷം ഒരു ഉസ്താദ്, ഉറുദു ഉസ്താദ് ഉറുദു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഉറുദു പഠിപ്പിക്കുന്നതിനിടെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു, ഖാരിജിയായ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ലഈഫ് സഹീഹ് എന്നിങ്ങനെ കൂലങ്കഷമായി നോക്കേണ്ടതൊന്നുമില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ മഹാന്മാരായ ആൾക്കാർ ചെയ്തു പോരുന്ന അമലുകൾ കണ്ണടച്ച് നമുക്ക് അമൽ ചെയ്യാം. അത് സ്വഹീയായി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉദാഹരണത്തിന് ഞാൻ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ ഞാൻ കൈ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് നിസ്കാരത്തെ ഇമാമ് കൈ കെട്ടുന്നത് കാത്തിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അബുൽ ഹസൻ അലി അൻ നജ്വി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പരമ്പരാഗതമായി എനിക്ക് കിട്ടിയതാണ്, നമ്മൾ ഉസ്താദ് ചെയ്യുന്നത് കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും സംസാരമൊക്കെ ആവും. അപ്പം അന്ന് തീരുമാനിച്ചതാണ് ദഈഫായ ഹദീസിനെ കുറിച്ച് ഒരു വിശദമായ പഠനം നടത്തണമെന്ന്. അന്ന് എനിക്ക് 18 വയസ്സ്, 17-18 വയസ്സാണെന്ന് എനിക്കുള്ളത്. അന്ന് ഈ പറയുന്ന പോലെ ഗൂഗിളും അടിച്ചാൽ കിട്ടുന്ന മക്തബത്തു ഷാമിലിയൊന്നുമില്ല. ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ട് തന്നെ ഓരോന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ A4 ഷീറ്റ് ശേഖരിച്ച് അന്നുണ്ടായിരുന്ന ലൈബ്രറിയിലിരുന്ന് അന്നുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ നോക്കി പരിശോധിച്ച് ഒരുപാട് പണ്ഡിതന്മാരുടെ കൗലുകൾ ശേഖരിച്ച ഒരു ചെറിയ ഗ്രന്ഥം അന്ന് എഴുതി. അന്ന് തന്നെ ഇട്ട പേരാണ് കശ്ഫു ഹഖീഖത്തിൽ മുറാദ് ബിൽ അമലി ബിൽ അഹാദീസിൽ ലിആഫ്. ഒരു അസ്രസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ വന്ന ഒരു പേരാണ്. അപ്പോൾ പേര് തന്നെ ഇപ്പോഴും ഇട്ട്. അതിനുശേഷം അത് വിട്ടു. അന്ന് എഴുതി, പിന്നെ അതിൻ്റെ പിന്നാലെ അത്ര കൂടിയില്ല. അറബിയിലാണ് എഴുതിയത് അന്നും. അതിന് മുമ്പ് ഞാനൊരു കിതാബ് എഴുതിയിരുന്നു, ചെറിയൊരു കിതാബ്. അതും ഇതേപോലെ
ഒരു തർക്കത്തെ തുടർന്ന് എഴുതണമെന്ന് തോന്നിയതാണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ. അത് ഒരു മുജാഹിദുകാരനോട് തർക്കിച്ചിട്ട് എഴുതാൻ തീരുമാനിച്ചതാണ്. നമ്മുടെ നാട്ടിലെ സലഫി പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ, അന്ന് ഞാൻ തബ്ലീഗിൻ്റെ പള്ളിയിൽ കോളേജിൽ പഠിക്കുന്ന കാലം, ചെറിയ പ്രായം, സലഫി പള്ളി നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരിക്കൽ നമ്മുടെ അളിയൻ, എൻ്റെ പെങ്ങളെ ഭർത്താവ്, അദ്ദേഹം ഷാഫി മുഫ്തിയാണ്, അദ്ദേഹം ഇമാമ് നിന്നു, ബിസ്മി ഉറക്കെ ഓതി. അപ്പോൾ അദ്ദേഹവും കൂടുതൽ പലരും പ്രശ്നമാക്കി, ബിസ്മി ഉറക്കെ ഓതാൻ പാടില്ല, അത് വിദഅത്താണ്, തെറ്റായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം വിഷയക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു ബിസ്മി ഉറക്കെ ഓതാൻ പാടില്ല? വിദഅത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅയും സുന്നത്തും ഏറ്റവും അഫ്ദൽ ബിസ്മി പതുക്കെ ഓതലാണ്. എന്നാൽ ഉറക്കെ ഓതാമെന്ന് പണ്ഡിതന്മാർ ചില ഹദീസുകൾ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ ബിസ്മി ഉറക്കെ ഓതാന്നാണ്. എന്നാൽ സഹീഹും സരീഹുമായ ധാരാളം ഹദീസുകൾ ബിസ്മി പതുക്കെ ഓതണം എന്നതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ദൽ, അതാണ് ചെയ്യേണ്ടത്. എന്നാൽ ബിസ്മി ഉറക്കെ ഒരാൾ ഓതി എന്നതുകൊണ്ട് അയാൾ ബിദഅയാണ്, ബിസ്മി ഉറക്കെ ഓതൽ ബിദഅത്താണ് എന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വലാഹിയാണ്, പള്ളിയിലെ ഇമാമ്, ഖത്തീബും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹവുമായിട്ട് കുറേ സംസാരമായി. അപ്പം ആ വിഷയത്തിലൊരു പഠനം നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ എഴുതി, ബുഹൂസുൽ അദില്ല ഫി ഇസ്ബാത്തി സിദ്ദിൽ ബസ്മല, ബിസ്മി പതുക്കെയാണ് ഓതേണ്ടത് എന്ന് സ്ഥാപിച്ചിട്ട് തന്നെയാണ് എഴുതിയത്. അതന്നെയാണ് സ്വഹീഹ ഹദീസുകളിൽപ്പെട്ടത്. ഉറക്കെ ഓതണമെന്ന് ഹദീസുകളിൽ വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടില്ല. പണ്ഡിതന്മാരുടെ ഇജ്തിഹാദാത്തുകൾ മാത്രമാണ് ഉറക്കെ ഓതണമെന്ന വിഷയത്തിലുള്ളത്. ഇമാം നബവിയെ പോലുള്ള പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിന് വേണ്ടി തെളിവെടുക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി നിസ്കാരത്തിൽ മുറിച്ചാണ് ഓതുക. ഉദാഹരണത്തിന് ബിസ്മില്ലാഹി അർ റഹ്മാനി അർ റഹീം, ഇങ്ങനെ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസ് എടുത്തോണ്ട് ഇമാം നബവി പറയുന്നു, ഈ ഹദീസ് നമുക്ക് തെളിവാണ്. എന്താ തെളിവ്? ബിസ്മി ഉറക്കെ ഓതാൻ. നിസ്കാരത്തിൽ റസൂലുള്ളാഹി ബിസ്മി ഉറക്കെ ഓതിയത് കൊണ്ടല്ലേ ഉമ്മു സലമ കേട്ടത്, അതുകൊണ്ടല്ലേ ബിസ്മി തന്നെ ഉമ്മു സലമ ഉദാഹരണമായി പറഞ്ഞത് എന്ന്. അങ്ങനെയുള്ള തെളിവുകളാണ് ഷാഫി മദ്ഹബുകാർക്കുള്ളത്. അത് എഴുതിയിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ കൂടി ഈ ലൈഫായ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം വിട്ടുപോയി. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങി മനാർ വേങ്ങരയിൽ ഫൈസൽ മൗലവിയുടെ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് രണ്ടാമതും ഇത്, അപ്പം പിന്നെ ലാപ്ടോപ്പായി, മക്തബ് ഷാമിലായി, ഗൂഗിളായി. ആ സമയത്താണ് വാട്സപ്പൊക്കെ തുടങ്ങി, 2011 വാട്സപ്പൊക്കെ തുടങ്ങിയ കാലം. ഒന്നും കൂടെ ഇതൊക്കെ എഡിറ്റ് ചെയ്തൊരു കിതാബാക്കി ഇറക്കണമെന്ന് തോന്നി. അന്ന് വീണ്ടും അതിനുവേണ്ടി ഇരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക്, എൻ്റെ ജൂനിയർ വിദ്യാർത്ഥി, എനിക്കൊരു ചെറിയൊരു നോട്ട് പാഡ് ഹദിയ തന്നു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അതിലേക്ക് ഞാൻ ടൈപ്പ് ചെയ്തു. ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റി അത് പ്രിൻ്റ് എടുത്തു. കുറേ 2-3 പേർക്ക് ഞാൻ കൊടുത്തു. ഞാൻ എഴുതിയ കിതാബാണ് ലൈഫായ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള, വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറേ ചർച്ചകൾ, നമ്മുടെ നാട്ടിലുണ്ടായ കുറേ പ്രശ്നങ്ങൾ, ചർച്ചകളൊക്കെ ആയിട്ട് അതും വിട്ടുപോയി. പിന്നെ ഇപ്പോൾ 2020 വീണ്ടും ഈ കിതാബ് എൻ്റെ കയ്യിൽ പ്രിൻ്റ് എടുത്തതുണ്ട്. ഇങ്ങനെ കിതാബ് എടുക്കുമ്പം ആ കിതാബ് എൻ്റെ കയ്യിലുണ്ട്. ഒന്നും കൂടെ ഇതൊന്ന് വായിച്ച് നോക്കി പരിശോധിച്ച് പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കണമെന്ന് തോന്നി. അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം 2025 ഞാനത് ഫുൾ ക്രോഡീകരിച്ചു. ഇപ്പോൾ തൽക്കാലം പ്രിൻ്റ് എടുത്തതാണ്, ഇത് തസ്വീ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെ എഴുതിയൊരു ഗ്രന്ഥമാണിത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വാട്സപ്പ് ഉണ്ടായ കാലത്ത് വാട്സപ്പിൽ ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. അങ്ങനെ മാഹി മുഫ്തി അമീൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഈ വിഷയത്തിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. യാസർ ബിൻ ഹംസ, ഞാനൊക്കെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അദ്ദേഹവുമായിട്ടൊരു സംവാദത്തിന് തീരുമാനമായി വാട്സപ്പ് ഗ്രൂപ്പിൽ. അമീൻ മാഹി, മുഫ്തി അമീൻ മാഹി ഒരു തബ്ലീഗിലെ ഒരു പണ്ഡിതനാണ്. ദുർബല ഹദീസുകൾ ദീനിൽ പ്രമാണമാണോ എന്ന വിഷയം. ആ വിഷയത്തിൽ അവർ ഹെഡിങ് കൊടുത്തത് സലഫി ദുയൂബന്ദി സംവാദം. അപ്പോൾ ഞാൻ പറഞ്ഞ് ദുയൂബന്ദ് കൊടുക്കാൻ പാടില്ല, തബ്ലീഗ് എന്ന് കൊടുക്കണം. അവരൊറ്റ വാശി ദുയൂബന്ദ് തന്നെ കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു കേരളത്തിൽ ദുയൂബന്ദികൾ എന്ന് പറഞ്ഞൊരു ടീമില്ല,
തബ്ലീഗുകാരാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഏറ്റുമുട്ടുന്നത് സലഫികളും തബ്ലീഗുകാരുമാണ് എന്ന് തന്നെ വരണം. അപ്പോൾ പറഞ്ഞില്ല, തബ്ലീഗ് എന്ന് പറഞ്ഞാലും ദുയൂബന്തി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ദുയൂബന്തി എന്ന് എഴുതുകൊണ്ടൊരു പ്രശ്നമില്ല. നമ്മളൊരു പ്രശ്നമില്ലെങ്കിൽ തബ്ലീഗ് എന്ന് എഴുത്. രണ്ടും ഒന്നാണെങ്കിൽ തബ്ലീഗ് എന്ന് എഴുതാലോ. എന്താ എഴുതാത്തത്? അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ ദുയൂബന്തിയത്ത് കൊണ്ടുവരേണ്ട ശ്രമമാണ്. തബ്ലീഗുകാരുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടൊരു ദുയൂബന്തി പ്രസ്ഥാനം കൊണ്ടുവരാനുള്ള, ദുയൂബന്തുമായി ബന്ധപ്പെട്ട് തബ്ലീഗ് പണ്ഡിതന്മാരുടെ നേതൃത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്, നമ്മളത് സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് സംവാദം നടന്നില്ല. പക്ഷെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ മുപ്പര വക കുറേ കാര്യങ്ങൾ പറയും. സംവാദമായി നടന്നിട്ടില്ലെങ്കിൽ ഒരുപാട് വാദങ്ങൾ ഇവർ കൊണ്ടുവരുമായിരുന്നു. സലഫികൾക്കെതിരെ ഒരുപാട് ഉദ്ധരണികളൊക്കെ കൊണ്ടുവരുന്നു. അയാൾ കൊണ്ടുവന്ന വാദങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു. ആ വാദങ്ങളൊക്കെ ശേഖരിച്ച് അതിന് പണ്ഡിതന്മാർ നൽകിയ മറുപടികളും ഞാൻ ശേഖരിച്ചു. അതും കൂടെ ഈ ഗ്രന്ഥത്തിൽ ഞാൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. കേരളക്കാരായ വിദയികൾ ദുർബല ഹദീസുകൾ ഫളായിലിന് കൊണ്ടുവരാം, അല്ലെങ്കിൽ അമലുകൾക്ക് വേണ്ടി കൊണ്ടുവരാം എന്ന് പറയുന്നതിൽ അവർ പറയുന്ന ന്യായങ്ങളും അതിനുള്ള അഹ്ലുസുന്നയുടെ മറുപടികളും കൂടി ഈ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്ഥാപനമായ ജാമിയത്തുസ്സീനത്ത് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. എൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കോളേജ് തന്നെയാണ്, മാനേജ്മെൻറ്റ് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്, അറബി ബുക്കുകൾ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. ഗ്രന്ഥവായന എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിരസത ഉണ്ടാക്കും. എങ്കിലും വിരസത ഇല്ലാത്ത രീതിയിൽ വായിക്കാൻ ശ്രമിക്കാം. ഉണ്ടായാൽ ക്ഷമിച്ചാൽ നല്ലത്. ഇൻഷാ അല്ലാഹ് വലിയൊരു വിഷയം നമുക്ക് പഠിച്ചു പൂർത്തിയാക്കാൻ പറ്റും. നബ്ഹാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉസ്താദ്, നിങ്ങൾ എഴുതിയ കിതാബല്ലേ, ആ കിതാബ് നമ്മളെ നാട്ടിലുള്ളവരും പഠിക്കണമല്ലോ. പ്രത്യേകിച്ച് ലൈഫായ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം നാട്ടിലും ചർച്ച ചെയ്യാവുന്ന വിഷയമല്ലേ. മാത്രമല്ല ഉസ്താദ് എഴുതിയ കിതാബിന് നമ്മുടെ പള്ളിയിൽ ക്ലാസ് വെക്കുക എന്നുള്ളത് ഉസ്താദ് ചെയ്യുന്ന ഒരു ആദരവും കൂടി ആയിക്കോട്ടെ എന്നൊക്കെ നബ്ഹാൻ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു മേഖല ചിന്തിച്ചിട്ടേ ഇല്ല. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീ. നബ്ഹാൻ്റെ കുറേ ചിന്തകൾ നബ്ഹാൻ പറയുമ്പോൾ നമ്മളും ചിന്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവനൊരു പള്ളിയിലുള്ളൊരു ഗ്രന്ഥവായന, ഇതിനു മുമ്പ് ഞാൻ 2-3 കിതാബ് എഴുതിയിട്ടുണ്ട്. അതും ഇങ്ങനെ പള്ളിയിൽ നിന്ന് വായിക്കാവുന്ന കിതാബാണ്. ഉസൂൽ ഹദീസിൽ അൽ ബിദായ ഫി ഇൽമി ദിറായ എന്ന് പറഞ്ഞ ചെറിയ ഉസൂൽ ഹദീസിലെ കിതാബ് തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതാണ്. നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സിലബസ് ആക്കാൻ വേണ്ടി എഴുതിയതാണ്. അതൊക്കെ തുല്ലാബുൽ ഇൽമിന് വായിച്ചു കൊടുക്കാന്നല്ലാതെ ഇങ്ങനെ ഒരു പള്ളിയിൽ ദായികൾക്ക് വായിച്ചു കൊടുക്കാനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഈ കിതാബിനെ സംബന്ധിച്ച് നബ്ഹാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. കിതാബ് വായിക്കുന്നതോടൊപ്പം എന്താക്കാം, കിതാബിനെ തസ്ഹീം ചെയ്യാം, എഡിറ്റും ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ കിതാബിൻ്റെ പാഠങ്ങൾ എണ്ണി നോക്കി എത്ര ക്ലാസ് എടുക്കാൻ പറ്റും നോക്കി ഒരു 10-12 ക്ലാസ് 10-12 ആഴ്ചയിലായി ഈ കിതാബിൻ്റെ വായന പൂർത്തിയാക്കാം എന്ന് തീരുമാനത്തിലായി. അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ആമുഖങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. ഈ പറഞ്ഞത് തന്നെ ഉദ്ദേശിക്കാതെ പറഞ്ഞു പോയതാ ഇത്രയും. കിതാബ് നേരിട്ട് വായിച്ച് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. കിതാബിന് ഞാൻ ചെറിയൊരു മുഖദ്ദിമ എഴുതിയിട്ടുണ്ട്. ആ മുഖദ്ദിമ മുതൽ തന്നെ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ കൽ മുബ്തദിഅത്തി വൽ മുശ്രികീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹുൽ അവ്വലീന വൽ ആഖിരീൻ وقيوم السماوات والأرضين وأشهد أن محمدا عبده ورسوله وخيرته من خلقه أجمعين أما بعد فالدين الذي ندين الله به من عمل أو كف لا يصح ولا يقبل إلا على دليل من كتاب الله أو مما صح من سنة رسول الله صلى الله عليه وسلم أو مما له مستند من قولهما. നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ, അത് ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളാകട്ടെ, ആ കാര്യങ്ങൾ സ്വഹിയാകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ, അതേപോലെ തന്നെ സ്വീകരിക്കപ്പെടണമെങ്കിലും അത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ടതാകണം. അല്ലെങ്കിൽ ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട ഖായിദയിൽ സ്ഥിരപ്പെട്ടതാകണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. വഹാദ മൻഹജുൻ അജ്മ അലൈഹിൽ ഉമ്മ. ഇത് മുസ്ലിം സമൂഹം ഇജ്മായിലുള്ള ഒരു മൻഹജാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്ത് സ്വീകാര്യമാകണമെങ്കിൽ അത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ
അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പിടിച്ചെടുത്ത ഖായിദകൾ കൊണ്ടോ സ്ഥിരപ്പെട്ട ഒരു കാര്യമാകണം എന്നത്. ولكن لما انتشر الإسلام وافترقت الأمة أحدث كل فرقة من الفرق منهجا يوافق ما عندهم وأصولا ترجح ما هم عليه وهذه فتنة عظيمة دخلت في الإسلام. എന്നാൽ ഇസ്ലാം ലോകത്തൊട്ടാകെ വ്യാപിക്കുകയും ഇസ്ലാമിൽ പുതുതായി പല കക്ഷികളും രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങനെയുള്ള ബിദഈ പ്രസ്ഥാനങ്ങൾ അവരുടെ മദ്ഹബായി അവരുടെ ബിദഅത്തുകൾക്ക് വേണ്ടി ചില മൻഹജുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ അവർ നിലകൊള്ളുന്ന നിലപാടുകൾക്ക് തത്തുല്യമായി അതിനെ സ്ഥിരപ്പെടുത്തുന്ന കുറേ ഉസൂലുകളും അവരുണ്ടാക്കി. ബിദഈകൾ പിൽക്കാലത്ത് വന്നിട്ട് പുതിയ പുതിയ ഉസൂലുകൾ ഉണ്ടാക്കി. അശ്അരികൾ, മുഅ്തസിലികൾ, ജഹ്മികൾ പോലുള്ള പുതിയ പുത്ത പ്രസ്ഥാനക്കാർ അവർ കുറേ ഉസൂലുകളും മൻഹജുകളും ഉണ്ടാക്കി. അവർ ദീനായി ആചരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർ പുതുതായി രൂപാന്തരപ്പെടുത്തി. അത് വലിയൊരു ഫിത്നയായിരുന്നു. അഖ്ലാനിയത്തൊക്കെ അങ്ങനെ വന്നതാണ്. വഹാദിഹി ഫിത്നത്തുൻ അലീമത്തുൻ ദഖലത്ത് ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ കടന്നുകൂടിയ വളരെ വലിയൊരു ഫിത്നയായിരുന്നു അത്. വമിൻ ഹാദിഹിൽ ഫിതൻ, ഇങ്ങനെയുള്ള ഫിത്നകളിൽ പെട്ടതാണ് ഇഖ്തിറാഉഹും അഹാദീസ മൻസൂബ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ലം യഖുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തഖ്വിയതൻ ലിമദ്ഹബിഹിം അൽ ഫാസിദ്. പുതുതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കള്ള ഹദീസുകൾ ഉണ്ടാക്കുക എന്നത് ഇങ്ങനെ പിന്നീട് പുത്തനാശയക്കാർ കൊണ്ടുവന്ന ഫിത്നകളിൽപ്പെട്ട ഒരു ഫിത്നയാണ്. അവർ പുതിയ പുതിയ കള്ള ഹദീസുകൾ ഉണ്ടാക്കി. എന്തിനാണ്? അവർ നിലകൊള്ളുന്ന മദ്ഹബിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവർ കൊണ്ടുവന്ന ആശയം ശക്തിപ്പെടുത്താൻ കള്ള ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വമിൻ ളിന്നി ഹാദിഹിൽ ഫിത്ന, ഈ ഫിത്നയുടെ ഉള്ളിലൂടെ ലഹറത്ത് ഫിത്നത്തു സൂഫിയ, സൂഫികളുടെ ഫിത്നയും രംഗപ്രവേശനം ചെയ്തു. വൽ മുബ്തദിയ, ബിദഈകളുടെയും ഫി ബാബിൽ അഹദീസ്, ഹദീസിന്റെ ബാബിൽ. എന്താണത്? വഹിയ അന്നഹും അഖദു ബികുല്ലി ഹദീസിൻ ബിദൂനി തംയീസിൻ ബൈന സഹീഹി വൽ ലഈഫ് ബൽ വൽ മൗദൂഅ ലിഇസ്ബാതി അഖായിദിഹിം അൽ ബാതില വതുറുകിഹിം അശ്ശനീഅ വഇബാദാതിഹിം അൽ മുഹ്ദസ. ബിദഈകളും സൂഫികളും അവരുടെ പിഴച്ച അഖീദകളും വൃത്തികെട്ട നിലപാടുകളും പുതുതായി അവരുണ്ടാക്കിയ ഇബാദത്തുകളും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലൈഫും മൗദൂവുമായ ഹദീസുകളെല്ലാം തെളിവായി കൊണ്ടുവന്നു. ഒന്നും അവർ പരിശോധിച്ചില്ല. സഹീഹും ലൈഫൊന്നും വേർതിരിക്കാതെ അവരെന്ത് ചെയ്തു? എല്ലാ ഹദീസുകളെയും കള്ള ഹദീസുകളെ വരെ അവരുടെ അഖീദ സ്ഥാപിക്കാൻ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വശത്തുണ്ടായ വേറൊരു സംഭവം, വഫി ജാനിബിൻ ആഖർ ഔറദ ബഅദുൽ ഫുഖഹാഇ ബിഅഹാദീസ ലഈഫ ഫീ കുതുബിഹിം അൽ ഫിഖ്ഹിയ്യ ഇസ്തിദ്ലാലൻ അലാ മസായില ഫിഖ്ഹിയ്യ റാജിഹതൻ ഫീ മദ്ഹബിഹിം അഖ്ദൻ ബിഖൗലി ബഅദിൽ അയിമ്മ അൽ ഹദീസു ലഈഫ് യുഅമലു ഫിൽ ഫളായിൽ. ഇങ്ങനെ ബിദഈകളും സൂഫികളും അവരുടെ ബിദഅത്തുകളും ദലാലാത്തുകളും പേച്ച അഖീദകളും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കള്ള ഹദീസുകളെ ഉദ്ധരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ കാലത്ത് ഫുഖഹാക്കൾ, ഓരോ മദ്ഹബിന്റെയും ഫിഖിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ലഈഫായ ഹദീസെല്ലാം കൊണ്ടുവരലായി. മറ്റൊരു ഭാഗത്ത് അവരുടെ മദ്ഹബിൽ സ്ഥിരപ്പെട്ട ഒരു മസ്അല, ആ മസ്അല സ്ഥാപിക്കാൻ ലഈഫായ ഹദീസാണെങ്കിൽ പോലും അവർ കൊണ്ടുവരും. അധിക ഫുഖഹാക്കൾക്കും ഈ ഹദീസിൽ ആയത്തിൽ പഠനമില്ല. അതുകൊണ്ട് തന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കള്ള ഹദീസുകൾ, ദുർബല ഹദീസുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഒരു ഫിഖിൽ മാത്രം ഒഴുകി, അതും ആ മദ്ഹബിലെ ഫിഖിൽ നാം പറയുന്നത് വലിയ വലിയ ഇമാമുകളെ കുറിച്ചല്ല, മദ്ഹബുകളിലുള്ള ഫിഖിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയ, ഫിഖി ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരെ കുറിച്ച്. അവർക്ക് ചിലപ്പോൾ ഉസൂൽ ഹദീസിനെ സംബന്ധിച്ചോ ഹദീസിനെ സംബന്ധിച്ചോ വലിയ അവഗാഹം ഉണ്ടാവില്ല. വെറും ഫിഖി ഗ്രന്ഥങ്ങൾ മാത്രം വായിച്ച് അതിൽ മാത്രം കൂടിയ ആൾക്കാർ. ഒരു ഹദീസ് ചിലപ്പോൾ ലഈഫായ ഹദീസായിരിക്കും, ചിലപ്പോൾ മൗദൂ ആയ കള്ള ഹദീസായിരിക്കും. ഒരു പേജ് 2 പേജും അതിന് ശറഹ് ചെയ്യും. ഹദീസ് മൗദൂഅോടുകൂടി ആ പേജ് ബാത്തിലായി. അങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അവർ ഇങ്ങനെ ഹദീസുകൾ കൊണ്ടുവന്ന് ചിലപ്പോൾ അവരോട് ലഈഫായ ഹദീസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാ പറയുക. പക്ഷെ അവരുടെ ഗ്രന്ഥത്തിൽ ലഈഫ് ഹദീസ് ഉണ്ടായി. ഇത് ലഈഫാന്ന് പോലും അവർ പഠിച്ചിട്ടും പരിശോധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ ഹദീസുകൾ ലൈഫ് കൊണ്ടുവരുന്നവരോട് നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും ലൈഫായ ഹദീസ് ഫലായിൽ പറ്റും. ഇപ്പോൾ തബലീഗാരൊക്കെ പറയുന്ന ഒരു വാദം അതാണ്. ഫലായിൽ മാത്രമല്ല അക്കീദക്ക് വരെ ലൈഫ് ഹദീസ് കൊണ്ടുവരും. ഇത് ലൈഫ് അല്ലേ എന്ന് പറഞ്ഞാൽ പറയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലേ ഫലായിൽ ലൈഫ് കൊണ്ടുവരാൻ ഓൻ സ്ഥാപിച്ചത് എന്താ ഫലായിലാണോ? ഫലായിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത പറയൽ. ഒരു പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി ലൈഫ് കൊണ്ടുവരാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷെ അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണ് എന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ആ വാക്കെടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? അഖീദ വരെ ലൈഫായ ഹദീസ് കൊണ്ട് സ്ഥാപിക്കുന്നത്. അങ്ങനെ ചില ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ലൈഫ് ഹദീസ് കൊണ്ടുവരും ചെയ്തു. അങ്ങനെ ഹദീസിന്റെ വിഷയത്തിൽ ഒരു അരാജകത്വം മൊത്തത്തിലുണ്ടായി. വിദ്യകളുടെ ഭാഗത്തു നിന്ന് കള്ള ഹദീസുകൾ ഉണ്ടാക്കലുകൾ, അതുപോലെ തന്നെ അവരുടെ അഖീദ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലൈഫ് സഹീഹ് ഒന്നും നോക്കാതെ സകല ഹദീസുകളും കൊണ്ടുവരുത്ത്. മറ്റൊരു ഭാഗത്ത് ഫുഖഹാക്കൾ ഫിഖ്ഹി മസ്അലകൾ സ്ഥാപിക്കാൻ സഹീഹ് ലൈഫ് നോക്കാതെ ഹദീസുകൾ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ആകെ ഒരു അരാജകത്വം ഹദീസിന്റെ ബാബിലുണ്ടായി. ഹത്താ ജാഅ ഖലഫുഹും, അങ്ങനെ അവരുടെ പിൻഗാമികൾ പിന്നീട് വന്നു. വതവസ്സഉ ഫീഹി വതസാഹലു ഫീ ഇറാദിഹ, ആവശ്യത്തിൽ പിന്നെ ഒരു കായിക നോക്കാതെയായി. അത് വളരെ അലസത അവർ കാണിച്ചു. എല്ലാ ഹദീസും കൊണ്ടുവരുത്തായി. വഖാലു ഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫിൽ അമലി ബിൽ ഹദീസ് ലൈഫ് വൽ മസ്അലതു ഖിലാഫിയ്യ. അവർ പറയാൻ തുടങ്ങി പണ്ഡിതന്മാർക്കിടയിൽ ലൈഫായ ഹദീസ് അമലിന് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇതൊരു മസ്അല ഖിലാഫിയാണ് എന്ന് വരെ അവർ വാദിക്കാൻ തുടങ്ങി. അയിമത്ത് ഇത്തിഫാക്കായ മസ്അലയാണെന്ത് ലൈഫായ ഹദീസ് അമലിന് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള വിഷയം. പക്ഷെ ഇവരുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ലൈഫൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചില പണ്ഡിതന്മാരുടെ കൗലും ഉണ്ട് ഫലായിലിന് കൊണ്ടുവരാന്നുള്ള. ഇതൊക്കെ എടുത്തുകൊണ്ട് ഇവർ പറഞ്ഞു മസ്അല ഖിലാഫിയാണ്, ലൈഫായ ഹദീസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ. അതുകൊണ്ട് ഇജ്തിഹാദിയായ ഒരു മസ്അലയെ നമ്മൾ എന്തെങ്കിലും വെച്ചില്ല, വാശി പിടിക്കേണ്ട ആവശ്യമില്ല, കടുംപിടുത്തം കാണിക്കേണ്ട ആവശ്യമില്ല, പണ്ഡിതന്മാർക്ക് ഈ ഖിലാഫുണ്ട് വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞു. ഈ മസ്അലയിൽ എന്ത് ചെയ്തു? ഈ മസ്അലയുടെ യാഥാർത്ഥ്യത്തിൽ അവർ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പലതും പറയാൻ തുടങ്ങി. അവർക്ക് അഹ്ലുസുന്നയുമായിട്ടുള്ള സംസാരത്തിലും സംസർഗത്തിലും ലൈഫായ ഹദീസ് പറ്റൂല എന്ന് ബോധ്യപ്പെട്ടിട്ടും അവരെന്ത് ചെയ്തു? ന്യായബോധമില്ലാത്ത പല വാദങ്ങളും പറയാൻ തുടങ്ങി. കുറേ, കാരണം അവരൊരു മനഹജ് കയറിപ്പോയി, അവർ ലൈഫ് എടുക്കാന്ന് പറഞ്ഞുപോയി. പല മസ്അലകളും ലൈഫ് കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. ഇനി ആ ലൈഫ് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ പിന്തിക്കണ്ടേ? അതിനുവേണ്ടി അവർ ദുർന്യായങ്ങൾ, ന്യായബോധമില്ലാത്ത വർത്തമാനങ്ങൾ അവർ പറയാൻ തുടങ്ങിയത്. അങ്ങനെയാണ്, അതിങ്ങനെയാണ്, അത് ഫലായിലാണ്, പണ്ഡിതന്മാർ ആവശ്യത്തിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ദുർന്യായങ്ങൾ അവർ പറഞ്ഞു തുടങ്ങി. എന്തിനാണ് അവർ പറയുന്നത്? ലി തർവീജി ആറാഇഹിം അൽ ഫാസിദ, അവരുടെ പിഴച്ച നിലപാടുകളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. വതഖ്വിയതി ബിദഅഇഹിം അൽ ഖതീറ, ഗുരുതരമായ അവർ ദീനിലുണ്ടാക്കിയ പുത്തനാശയങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഹത്താ തകല്ലമ ഫീഹാ കുല്ലു മൻ ഹബ്ബ വദബ്ബ, എല്ലാവരും സാധാരണക്കാർ പോലും വിഷയം സംസാരിക്കണമെങ്കിൽ ലൈഫ് ഹദീസ് ഫലായിലിന് പറ്റും. ഇപ്പോൾ തബ്ലീഗാരായ സാധാരണക്കാരോടൊക്കെ ഈ വിഷയം സംസാരിച്ച സാധാരണക്കാരെ വരെ പറ്റും. ഈ ഫലായിൽ അമാലിൻ്റെ കിതാബ് വായിക്കുമ്പോഴൊക്കെ അതിൽ ലൈഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർ പോലും പറഞ്ഞു നിർത്തായി. അതൊന്നും പ്രശ്നമൊന്നുമില്ല, കാര്യമൊന്നുമില്ല, സഹിയും ലൈഫും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെ ലൈഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടവനും കടയവനും, അതാണ് ഹബ്ബ വദബ്ബ, കണ്ടവനും കടയവനും ഈ വിഷയത്തിൽ സംസാരം തുടങ്ങി. വലിയ വലിയ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയം സാധാരണക്കാർ കൈമെടുത്തു സംസാരിക്കാൻ തുടങ്ങുന്നിടത്തേക്ക് എത്തി. എത്രത്തോളം പറഞ്ഞാൽ ധാരാളം സംവാദങ്ങൾ വരെ ഈ വിഷയത്തിൽ ലോകത്ത് പലയിടങ്ങളിലായി നടന്നു. ബൈന അഹ്ലി സുന്നത്തി വൽ മുബ്തദിയ, അഹ്ലുസുന്നയുടെ ഇടയിലും ബിദഈകൾക്കിടയിലും സംവാദങ്ങൾ വരെ നടന്നു. വഖാസതൻ ഫി കേരള, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇഹ്ദാ വിലായത്തിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഒരു നാടായ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ധാരാളം സംവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കേരളക്കരയിൽ അവർ കൊണ്ടുവന്ന സകല വാദങ്ങളും അഭിപ്രായങ്ങളും ഞാൻ എൻ്റെ ഈ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഓരോ വാദങ്ങൾക്കും ഞാൻ വായടപ്പൻ മറുപടിയും നൽകിയിട്ടുണ്ട് ഈ കിതാബിൽ എന്ന്. അതുകൊണ്ട് തന്നെ വലാ യുസ്തഗ്റബു ഖൗലു മൻ ഖാൽ ഇന്ന ഹാദൽ കിതാബ്
യഖ്തസ്സു ബിർറദ്ദി അലാ ദഅവ മുബ്തദിയ ഫി വിലായത്തി കേരള ഫി തസാഹുലിഹിം ഫിൽ അമലി ബിൽ ഹദീസിൽ ലഈഫ് ഹത്താ ഫി ബാബിൽ അഖീദത്തി വൽ ഇബാദാത്ത് വശുബ്ഹാതിഹിം ഫി ഹാദൽ ബാബ്. ഇനി ആരെങ്കിലും ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച്, എൻ്റെ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിട്ട് ഇത് കേരളക്കാരുടെ വാദങ്ങൾക്കുള്ള മാത്രം മറുപടിയാണ് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ആണ്. കേരളക്കാരായ വിദയികൾ അവരുടെ വിദ്യാർത്ഥികൾ സ്ഥാപിക്കാൻ വേണ്ടി, അവരുടെ മദ്ഹബുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഉന്നയിച്ച ന്യായവാദങ്ങളും ദുർന്യായങ്ങളും അവർ ആവശ്യത്തിൽ ഉണ്ടാക്കിയ ശുബഹാത്തുകൾക്കുമുള്ള മറുപടിയാണ് പ്രധാനമായും ഈ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. വാദം അവരുടേതാണെങ്കിലും മറുപടി അഹ്ലുസുന്നേൻ്റെതാണ്. ലോകാടിസ്ഥാനത്തെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ലൈഫായ ഹദീസുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ളവർക്കുള്ള കൊടുത്ത മറുപടി എന്താണോ ആ മറുപടി നമുക്കും കൊടുക്കാനുള്ളൂ. പക്ഷേ ഞാൻ പ്രധാനമായും ക്രോഡീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഫ്തി അമീൻ മാഹിയെ പോലുള്ള കേരളത്തിലുള്ള ലൈഫായ ഹദീസിനെ സംബന്ധിച്ചിട്ട് വിവരക്കേടുകൾ സംസാരിച്ച ആൾക്കാർക്കുള്ള അവരുടെ ദുർന്യായങ്ങൾക്കുള്ള മറുപടികളാണ് പ്രധാനമായും ഈ ഗ്രന്ഥത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സെലക്ട് ചെയ്തത്. അയിമത്തുകളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ത് എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ കിതാബിലുള്ള ശരിയെല്ലാം അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണ്. ഈ കിതാബിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതെന്റെ പോരായ്മയും വീഴ്ചയുമാണ്, അതേപോലെ തന്നെ ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ളതുമാണ്. വല്ലാഹു ഹുവൽ ഹാദി ഇലാ സബീലി റഷാദ്. അള്ളാഹുവാണ് ശരിയായ മാർഗത്തിലേക്ക് നമുക്ക് വഴികാട്ടി തരുന്നവൻ. വകതബഹു അബൂ ഫൗസാൻ മുഹമ്മദ് ഷഹീറുദ്ദീൻ ബിൻ അബ്ദില്ല അൽ ചുസലി അമീദു ജാമിയത്ത് സീന അൽ ഇസ്ലാമിയ ബി മാംഗ്ലൂർ കർണാടക. ഇതാണ് മുഖദ്ദിമ. ഈ കിതാബിന് ഞാനിട്ട പേര് കശ്ഫ് ഹഖീഖത്തിൽ മുറാദ് ബിൽ അമലി ബിൽ അഹാദിസിൽ ലിആഫ്. ആ കിതാബിന്റെ പേരിന്റെ അർത്ഥം ഹഖീഖത്തുൽ മുറാദ്, യഥാർത്ഥ ഉദ്ദേശത്തെ വെളിച്ചത്ത് കൊണ്ടുവരൽ. കശ്ഫ് എന്ന് പറഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവരിക. കശഫ യക്ഷിഫു, കശ്ഫ് എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുവരിക, വെളിച്ചത്ത് കൊണ്ടുവരിക. കശ്ഫു ഹഖീഖത്തിൽ മുറാദ്, യഥാർത്ഥ ഉദ്ദേശത്തെ വെളിച്ചത്ത് കൊണ്ടുവരിക. ബിൽ അമലി ബിൽ അഹാദിസിൽ ലിആഫ്, ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം എന്ന് പറയുന്നതിന്റെ. ആൾക്കാർ പറയുന്നുണ്ടല്ലോ ലൈഫ് അയച്ചുകൊണ്ട് അമൽ ചെയ്യാം, വലായിൽ കൊണ്ടുവരാം എന്ന് പറയുന്ന വാദങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, പണ്ഡിതന്മാർ എന്താണ് ആ വിഷയത്തിൽ സംസാരിച്ചത് എന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരിക, പുറത്ത് കൊണ്ടുവരിക എന്നതാണ് ഈ കിതാബിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കിതാബിന് അങ്ങനത്തെ ഒരു പേരിട്ടത്. അതും അൽഹംദുലില്ലാ 15 വർഷം മുമ്പിട്ട പേരാണ്. ആ പേര് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. നല്ലൊരു പേരായിട്ട് തന്നെ എനിക്ക് തോന്നി. ഈ കിതാബിൽ 8ഓളം പാഠാണുള്ളത്. 8 പാഠങ്ങളും 7 പാഠങ്ങളും പിന്നെ ഒരു ഖാത്തിമയും അവസാനം. ഇൻഷാ അല്ലാഹ് ചില പാഠങ്ങൾ കുറച്ച് വലുതാണ്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ വായിക്കുകയാണെങ്കിൽ ചിലത് ഫുൾ തീരൂല. അപ്പോൾ ചിലപ്പോൾ 2 ക്ലാസ് ആക്കേണ്ടത് വരും. ചിലതൊക്കെ ചെറിയ പാഠങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് ഒറ്റ ക്ലാസ്സിൽ തന്നെ വായിച്ച് തീർക്കാൻ വേണ്ടി പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ ചർച്ച നമുക്ക് ആരംഭിക്കാം. അൽ മബ്ഹസു അൽ അവ്വലു. ഒന്നാമത്തെ ചർച്ച അൽ ഇസ്നാദു മിനദ്ദീൻ. ഇസ്നാദ്, സനദ്, അത് ദീനിൽപ്പെട്ടതാണ്. സനദ് എന്ന് പറഞ്ഞാൽ ഹദീസിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സനദ്, 2 മത്ന്. ഇത് രണ്ടും ചേർന്നതാണ് ഹദീസ്. ഇൽമുൽ ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ശൂലാകുന്ന 2 ഭാഗങ്ങളാണ്. ഒന്ന് സനദ്, 2 മത്ന്. സനദ്, ഇസ്നാദ്, ത്വരീഖ്, വജ്ഹ് എന്നെല്ലാം ഇതിന് പേരുകളുണ്ട്. എല്ലാം ഒറ്റ ഉദ്ദേശമാണ്. ഇസ്നാദ് എന്ന് പറഞ്ഞാലും സനദ് എന്ന് പറഞ്ഞാലും ത്വരീഖ് എന്ന് പറഞ്ഞാലും വജ്ഹ് എന്ന് പറഞ്ഞാലൊക്കെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. എന്താണത്? സിൽസിലത്തുൽ റിജാലിൽ മൂസിലത്തു ഇലൽ മത്ൻ. മത്നിലേക്ക് എത്തിക്കുന്ന റാവിമാരുടെ ശൃംഖലക്കാണ് സനദ് എന്ന് പറയുക. റാവിമാരുടെ, റിപ്പോർട്ടർമാരുടെ ശൃംഖലക്കാണ് സനദ് എന്ന് പറയുക. അപ്പം ഒരു വാക്ക് ഉദ്ധരിക്കുമ്പോൾ അത് ആര് പറഞ്ഞു, ഇന്ന ആള് പറഞ്ഞു, ആര് കേട്ടു, ഇന്ന ആള് കേട്ടു, അയാളിന് ആര് കേട്ടു, ഇന്ന ആള് കേട്ടു, ആ ആൾക്കാരെ സംബന്ധിച്ച് പറയുന്നതിനാണ് സനദ് എന്ന് പറയുക. ഉദാഹരണത്തിന് ഇമാം ബുഖാരി ഒരു ഹദീസ് ഉദ്ധരിക്കാം. റസൂല പറഞ്ഞു, ഇന്നമൽ അമാലു ബിന്നിയാത്ത്,
കർമ്മങ്ങൾ നിയ്യത്തനുസരിച്ചിട്ടാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഇമാം ബുഖാരിക്ക് ഇത് എവിടുന്ന് കിട്ടി? ഇമാം ബുഖാരി പറയണേ, എനിക്ക് എൻ്റെ ഉസ്താദ് പറഞ്ഞു തന്നു. ഹദ്ദസനാ അൽ ഹുമൈദി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അൽ ഹുമൈദി എന്ന എൻ്റെ ഉസ്താദാണ് എനിക്ക് പറഞ്ഞു തന്നത് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ഉസ്താദിന് എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിൻ്റെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തതാണ്. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിൻ്റെ ഉസ്താദ് യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി പറഞ്ഞു കൊടുത്തതാണ്. താബീങ്ങളിൽ സിഗാറാണ്, ചെറിയ ദർജയിൽ വരുന്ന, ചെറിയ കുട്ടിയല്ല, ചെറിയ കാറ്റഗറിയിൽ വരുന്ന ആള്. അദ്ദേഹത്തിന് ആര് പറഞ്ഞു കൊടുത്ത്? അദ്ദേഹത്തിന്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അത്തൈമി പറഞ്ഞു കൊടുത്തതാണ്. അദ്ദേഹം താബിയാണ്, നിരയിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തിന് ആര് പറഞ്ഞു കൊടുത്ത്? അദ്ദേഹത്തിന്റെ ഉസ്താദ് അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈസ്. അദ്ദേഹം വലിയ താബീങ്ങളിൽപ്പെട്ട, പ്രഗത്ഭരായ താബീങ്ങളിൽപ്പെട്ട ആളാണ്, കിബാറു താബീനാണ്. അദ്ദേഹത്തിന് ആര് പറഞ്ഞു കൊടുത്തു? അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ പറയുന്നത് കേട്ടതാണ്. ഉമർ റളിയല്ലാഹു എന്താ പറഞ്ഞത്? റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഇതാണ് സനദ്. അപ്പോൾ ഇമാം ബുഖാരി സനദ് പറഞ്ഞു. ഹദ്ദസനാ അൽ ഹുമൈദി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഖാല ഹദ്ദസനാ സുഫിയാൻ ഖാല ഹദ്ദസനാ യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി. അങ്ങനെ ഇവിടെ എത്തി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്. ഇതിലാണ് ഈ ശൃംഖല, റാവിമാരുടെ ശൃംഖലക്കാണ് സനദ് എന്ന് പറയുക. ഇത് ദീനാണ്. അതാണ് അൽ ഇസ്നാദു മിനദ്ദീൻ. ഹദീസിന്റെ രണ്ടാമത്തെ പാർട്ട് മത്തിനാണ്. മത്തിൻ എന്ന് പറഞ്ഞാൽ ഈ സനദ് പറഞ്ഞതിന് ശേഷം പറയപ്പെടുന്ന വാചകത്തിനാണ് മത്തിൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇത് ഈ ഹദീസിന്റെ മത്തിനാണ്. കാരണം ഈ സനദ് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയത്തുകൾ അനുസരിച്ചിട്ടാണ് കർമ്മങ്ങൾ എന്നത് മത്തിനാണ്. അപ്പോൾ സനദും മത്തിനും ഇതാണ് ഇൽമുൽ ഹദീസിലെ പ്രധാനപ്പെട്ട രണ്ട് ചർച്ചാ വിഷയങ്ങൾ. സനദും മത്തിനും ഇത് രണ്ടും സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സനദ് മാത്രം നോക്കിയാൽ പോരാ, സനദിൽ റിപ്പോർട്ടർമാർ വിശ്വസ്തരാണോ ന്യൂനതയുള്ള ആൾക്കാരാണോ എന്ന് പരിശോധിക്കണം. മത്തിനിൽ ഈ മത്തിന് ശരിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും റാവിക്ക് അബദ്ധം പറ്റിയതാണോ, തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ഇത് രണ്ട് പരിശോധനയും പൂർത്തിയായതിന് ശേഷമേ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്നൊരാൾക്ക് പറയാൻ പറ്റും. അങ്ങനെ പൂർത്തിയായി റസൂൽ പറഞ്ഞതാണെന്ന് ഉറപ്പുള്ള ഹദീസുകൾക്കാണ് സ്വീകാര്യമായ ഹദീസ് എന്ന് പറയുക. സ്വീകാര്യമായ ഹദീസുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് സ്വീകാര്യമായത്, രണ്ട് അസ്വീകാര്യമായത്. സ്വീകാര്യമായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ സനദും മത്തുനും പരിശോധിച്ചതിന് ശേഷം ന്യൂനതകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തപ്പെട്ട ഹദീസുകൾക്കാണ് സ്വീകാര്യമായ ഹദീസ് എന്ന് പറയുക. എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ട് എങ്കിൽ ആ ഹദീസ് അസ്വീകാര്യമായ ഹദീസാണ്. സ്വീകാര്യ ഹദീസുകൾക്ക് മഖ്ബൂലായ ഹദീസ് എന്ന് പറയാം അറബിയിൽ. സ്വീകരിക്കപ്പെടാത്ത ഹദീസുകൾക്ക് മർദൂദായ ഹദീസ് എന്ന് പറയും. ഒരു ഹദീസ് സ്വീകരിക്കപ്പെടാൻ 5 നിബന്ധനകളുണ്ട്. 5 നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് സ്ഥിരപ്പെടും. വെറുതെ തോന്നിയതുപോലെ റസൂൽ പറഞ്ഞു പറയാൻ പറ്റൂല. റസൂൽ പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. അതിന് അയിമ്മത്തുകളെല്ലാം ഏകാഭിപ്രായമുള്ള 5 നിബന്ധനകൾ. ഒന്ന്, ഉദ്ധരിക്കുന്ന റാവിമാർ, ഈ റിപ്പോർട്ടർമാർ ആദിലാകണം. ആദില് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷാർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ നീതിമാൻ എന്ന് പറയാം. നീതിമാൻ എന്നല്ല അതിൻ്റെ സാങ്കേതിക അർത്ഥം. അതില് എന്ന് പറഞ്ഞാൽ വൻപാപം ചെയ്യാത്ത, ചെറുപാപത്തിൽ ഉറച്ചു നിൽക്കാത്ത, തെമ്മാടിത്തരങ്ങളിൽ ഏർപ്പെടാത്ത, വ്യക്തിത്വത്തിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാത്ത വ്യക്തിക്ക് പറയുന്ന പേരാണ് ആദിൽ. അപ്പോൾ ഹദീസ് ധരിക്കുന്ന ഒരു വ്യക്തി വൻപാപം ചെയ്യുന്ന ആളാകാൻ പാടില്ല, ചെറുപാപത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാകാൻ പാടില്ല, തെമ്മാടിയാകാൻ പാടില്ല, വ്യക്തിത്വത്തിന് കോട്ടം വരുത്തുന്ന, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാകാൻ പാടില്ല, അതിനൊക്കെ വിട്ടു നിൽക്കുന്ന ആളാകണം. അവനാണ് ആദിൽ. അദാലത്തുണ്ടോ, റാവിക്ക് അദാലത്തുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാ പറയാ പണ്ഡിതന്മാർ. റാവിയുടെ അദാലത്ത് പരിശോധിക്കണം. അദാലത്ത് എന്ന് പറഞ്ഞാൽ അവന് ഈ പറയപ്പെട്ട ഗുണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ അദാലത്ത് ഒരു റാവിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ തഖ്വയിൽ ഉറച്ചു നിർത്താനും വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു കഴിവ്, അവന്റെ ഹൃദയത്തിലുള്ള കഴിവിനാണ് അദാലത്ത് എന്ന് പറയാ. അവൻ അദാലത്തുള്ള റാവിയാണ് എന്ന് പറഞ്ഞാൽ ആ തഖ്വ മുറുകെ പിടിക്കുന്ന,
അതേപോലെ തന്നെ വ്യക്തിത്വത്തിൽ കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു റാവിയാണ്, അങ്ങനെയുള്ള ഗുണമുള്ള ഒരു റാവിയാണ് എന്നാണ് അദാലത്തുള്ള റാവി എന്ന് പറയുന്നത്. അപ്പൊ റാവി ആദിലാകണം. അപ്പൊ ഓരോ റാവിയും ആദിലാകണം. നമ്മൾ നേരത്തെ പറഞ്ഞ സനദിന്റെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആദിലാകണം, സുഫിയാൻ ആദിലാകണം, അങ്ങനെ ഓരോ റാവിമാരും ആദിലാകണം. തഖ്വയുള്ള വ്യക്തിത്വത്തിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മാറി നിന്ന, ഫിസ്ക് തെമ്മാടിത്തരം ചെയ്യാത്ത, ചെറുപാപത്തിൽ ഉറച്ചു നിൽക്കാത്ത ആളാകണം. രണ്ടാമത്തേത് റാവിമാർ ലബ്ത്തുള്ളവരാകണം. ലബ്ത്ത് എന്ന് പറഞ്ഞാൽ കൃത്യത. ഒരു ഹദീസ് പറയുമ്പോൾ തെറ്റാതെ പറയാൻ പറ്റുന്ന ആളാകണം. കാണാതെ പറയുന്നെങ്കിൽ തെറ്റാണ്ട് പറയണം, കിതാബ് നോക്കി വായിക്കുകയാണെങ്കിൽ തെറ്റാതെ വായിക്കാൻ പറ്റുന്ന ആളാകണം. ആണ് ലാബിത്താകണം എന്ന് പറയാം. കൃത്യതയുള്ള ആൾ, ലബ്ത്തുള്ള ആളാകണം. ഓരോ റാവിമാർക്കും ലബ്ത്തുണ്ടോ ഇല്ലയോ എന്ന് പണ്ഡിതന്മാർ പരിശോധിക്കും. മൂന്നാമത്തേത് ഈ ശൃംഖല ഉണ്ടല്ലോ, ഈ സനദ് കണ്ണി ചേർന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. കണ്ണി ചേരുക എന്ന് പറഞ്ഞാൽ ഓരോ റാവിയും റിപ്പോർട്ടറും അവരവരുടെ ഉസ്താദുമാരിൽ നിന്ന് നേരിട്ട് ഉദ്ധരിച്ച ഹദീസാണോ എന്ന് ഉറപ്പുവരുത്തണം. അതൊക്കെ ശ്രമകരമായ കാര്യമാണ്. പണ്ഡിതന്മാർ ചെയ്ത ത്യാഗം ചെറുതല്ല. ഇപ്പം ഇമാം ബുഖാരി അദ്ദേഹം പറയാണ്, എൻ്റെ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എനിക്ക് പറഞ്ഞു തന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇമാം ബുഖാരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇമാം ബുഖാരി അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കണ്ടിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു സുബൈറിൽ നിന്നും ഹദീസ് കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇമാം ബുഖാരി ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണോ എന്നെല്ലാം പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന ഇൽമിനാണ് ഇൽമു താരീഖ് റുവാത്ത് എന്ന് പറയാം. ഹദീസ് പഠിക്കുന്നതിന് പ്രധാന 3 ഇൽമുകൾ പഠിക്കണം, എന്നാലേ ഒരാൾ മുഹദ്ദിസാവും, ഹദീസ് പണ്ഡിതനാകൂ. ഒന്ന് ഇൽമു താരീഖ് റുവാത്ത്, റാവിമാരുടെ ചരിത്രം പഠിക്കണം. അയാൾ ജനിച്ചത് എവിടെ, മരിച്ചത് എവിടെ, അയാൾ യാത്ര പോയതൊക്കെ നാട്ടിലാണ്, അയാൾ ആരിൽ നിന്നൊക്കെയാണ് ഹദീസ് സ്വീകരിച്ചത്, അയാൾ ഉസ്താദുമാർ ആരൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ തിൽമീദുമാർ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്, ഇതൊക്കെ പഠിക്കുന്ന ഇൽമിനാണ് ഇൽമു താരീഖ് റുവാത്ത്. റാവിമാരുടെ റിപ്പോർട്ടർമാരുടെ ചരിത്രം പഠിക്കുന്ന ആ ഇൽമു എന്ന് പറയും. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇത്തിസാലു സനദ് കണ്ണി ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുക. എന്നിടയ്ക്ക് ഒരാൾ വീണ് പോയിട്ടുണ്ട് എങ്കിൽ പോയി, ഹദീസുകാരിയാകൂല. ഓരോ റാവിമാരും അവരവരുടെ ഉസ്താദുമാരിൽ നിന്നും കേട്ടതാണ് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഇത്തിസാലു സനദ്, കണ്ണി ചേർന്നതാകണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഷർത്താണ് ഒരു ഹദീസ് സ്വീകാര്യമാകാൻ. എൻ്റെ ഇടയിൽ നിന്നും ഒരാൾ വീണുപോയാൽ കണ്ണി മുറിഞ്ഞു പോയാൽ ഹദീസ് അസ്വീകാര്യമായി. കാരണം ഈ ഹദീസ് റസൂലിലേക്ക് എത്തുന്നില്ല, സനദ് എത്തുന്നില്ല. ഇടയ്ക്ക് ഒരാൾ വീണ് പോയിട്ടുണ്ട്. ചിലപ്പോൾ കള്ളന്മാരുണ്ടാകാം, ഓർമ്മപ്പശകളുള്ള ആൾക്കാരുണ്ടാകാം. അവരൊക്കെ ചിലപ്പോൾ പറയുമ്പോൾ അവരുടെ ഉസ്താദ് അല്ലാത്ത ആളെ ഉസ്താദായിട്ട് പറഞ്ഞേക്കാം. അതൊക്കെ വിശാലമായ പഠനങ്ങളാണ്. നാലാമത്തെ നിബന്ധന, ഈ സനദിലോ മത്തിനിലോ, നമ്മൾ പറഞ്ഞല്ലോ സനദ് മത്തിന്, സനദ് നമ്മൾ റിപ്പോർട്ടർമാരുടെ ചങ്ങലക്ക് സനദ്, നബി പറഞ്ഞു ചെയ്തു എന്ന് പറയുന്ന വാചകത്തിന് മത്തിന് എന്ന് പറയുന്നു. ഇവകളിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും ന്യൂനത ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അതിൽ നിന്നും അത് സുരക്ഷിതമാവണം. എന്തെങ്കിലും ന്യൂനത ഉണ്ട് എങ്കിൽ എല്ലാവരും അതിലാണ്, എല്ലാവരും ലബുത്താണ്, കണ്ണി ചേർന്ന് വന്നിട്ടുണ്ട്, പക്ഷെ ഏതോ ഒരു റാവിക്ക് അബദ്ധം പറ്റി, ആരും മാസൂമൊന്നല്ലല്ലോ, അബദ്ധം പറ്റി പറഞ്ഞു പോയി. അപ്പോൾ ഈ ഹദീസ് സനദ് സഹിയാണ്, പക്ഷെ മത്തിനിൽ ദുർബലതയുണ്ട് എന്ന് പറയും, ഇല്ലത്തുണ്ട് എന്ന് പറയും. സനദും മത്തിനും സ്വീകാര്യമാകണം, രണ്ടും പരിശോധിക്കണം. ഇല്ലത്തില്ല എന്ന് ഉറപ്പുവരുത്തണം. ന്യൂനത, ഇല്ലത്ത്. അഞ്ചാമത്തെ നിബന്ധന ഷാദാകാൻ പാടില്ല. നാലാമത്തത് ഇല്ലത്തുള്ളതാകാൻ പാടില്ല. അഞ്ചാമത്തത് ഷാദാകാൻ പാടില്ല, ഒറ്റപ്പെട്ടതാകാൻ പാടില്ല. വിശ്വസ്തരായ ഒരുപാട് പേർ ഉദ്ധരിച്ചതിന് എതിരായി ഉദ്ധരിച്ച ഹദീസാകാൻ പാടില്ല. ഒരു 5 റാവിമാർ ഒന്നിച്ചൊരു ഹദീസ് ധരിച്ചിട്ടുണ്ട്, അതിനെതിരായി ആറാമൻ വേറൊന്ന് ഉദ്ധരിച്ചാൽ ഈ ആറാമൻ്റെ ഹദീസ് ഷാദ് എന്ന് പറയും. വിശ്വസ്തർക്കെതിരായി ഉദ്ധരിച്ചതാണ്. അങ്ങനെ വിശ്വസ്തർക്കെതിരായി ഉദ്ധരിച്ച് ഒറ്റപ്പെട്ട ആളാകാൻ പാടില്ല. അങ്ങനത്തെ ഹദീസും ആകാൻ പാടില്ല. എല്ലാവരും ഉദ്ധരിച്ച ഹദീസാകണം. എതിരാകുന്ന ആളുണ്ടാകാൻ പാടില്ല. എതിരുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇയാൾക്ക് എതിരുമില്ല എങ്കിൽ ഇയാൾ വിശ്വസ്തനാണെങ്കിൽ സ്വീകാര്യമാണ്. മറ്റവർക്ക് സിഖാത്തുക്കൾക്ക് അല്ലെങ്കിൽ ഇയാളെക്കാൾ പ്രഗത്ഭനായ ആൾക്കാർക്ക് എതിരായാൽ അയാൾ ദുർബലാവും. ഈ 5 നിബന്ധനകൾ പാലിച്ചാൽ മഖ്ബൂലായി. ഈ 5-ൽ ഒരു നിബന്ധന ഇല്ലാണ്ടായാൽ ആ ഹദീസ് മർദൂദായി, അസ്വീകാരിയായി. ഇതാണ് മഖ്ബൂലായ ഹദീസുകൾക്ക് പറയുന്ന പേരാണ് സ്വഹീഹ്, ഹസന്,
വ്യത്യസ്ത പേരുകളുണ്ട്. അതിൻ്റെ സ്ഥാനം അനുസരിച്ചിട്ട് പേര് മാറും. സഹീഹ്, ഹസന്, ജയ്യിദ്, അങ്ങനെയൊക്കെ വ്യത്യസ്ത പേരുകളുണ്ട്. മർദൂദ്, അസ്വീകാര്യമായ ഹദീസുകൾക്ക് പറയുന്ന ഒറ്റ പേരാണ് ലഈഫ്. ഒറ്റ പേര്. ലഈഫിൽ തന്നെ ഒരുപാട് വിഭാഗമുണ്ട്. പേരുള്ള 16 വിഭാഗമുണ്ട്. പേരില്ലാത്തതും ധാരാളമുണ്ട്. പ്രത്യേക പേരുള്ള ദുർബല ഹദീസുകളുണ്ട്, പ്രത്യേക പേരില്ലാത്ത ലഈഫ് എന്ന് മാത്രം പറയുന്ന ഹദീസുകളുണ്ട്. മൊത്തത്തിൽ അസ്വീകാര്യമായ ഹദീസുകൾക്ക് പറയുന്ന പേരാണ് ലഈഫ്. അൽ ഹദീസുൽ ലഈഫ്, അസ്വീകാര്യമായ ഹദീസ്. ഹദീസ് എന്നതിൻ്റെ ലഈഫ് എന്നതിൻ്റെ ബഹുവചനമാണ് ലിആഫ്. ആണ് ബിൽ അഹാദീസിൽ ലിആഫ്. ഞാൻ കിതാബിന് പേര് കൊടുത്തില്ലേ, ബിൽ അമലി ബിൽ അഹാദീസിൽ ലിആഫ്. അഹദീസ് എന്നത് ഹദീസുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ഹദീസുൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പുതിയത് എന്നർത്ഥം. പുതിയത് ഹദീസ്. സാങ്കേതികപരമായി മുഹദ്ദിസുകളുടെ ഭാഷയിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപരവും സ്വഭാവപരവുമായ വിശേഷണങ്ങൾ, ഇവകൾക്കാണ് ഹദീസ് എന്ന് പറയാം. നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. നബി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. നബി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. നബിയുടെ ഇന്ന സൃഷ്ടിപരമായ പ്രവർത്തനമാണ്, ഗുണമാണ് ഇത് എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. നബിയുടെ ഇന്ന സ്വഭാവപരമായ ഗുണമാണ് ഇതെന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ഹദീസ് എന്ന് പറയുക. അതിന്റെ ജംആണ് അഹാദീസ്. ഹദീസുൻ ജംഅ അഹാദീസ്. ദുർബല ഹദീസുകൾ അൽ അഹാദീസുൽ ലിആഫ്, അല്ലെങ്കിൽ അൽ അഹാദീസുൽ ലഈഫ. ലഈഫായ ഹദീസുകൾ, ദുർബല ഹദീസുകൾ. അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹദീസ് നമ്മളിലേക്ക് എത്തണമെങ്കിൽ, നമുക്ക് കിട്ടണമെങ്കിൽ സനദ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സനദിനെ സംബന്ധിച്ചുള്ള പഠനം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഹെഡിങ് എന്ത് കൊടുത്തത്, അൽ ഇസ്നാദു മിനദ്ദീൻ. ഇസ്നാദ്, സനദ്, അത് ദീനിൽപ്പെട്ടതാണ്. നമുക്ക് വായിച്ചു തുടങ്ങാം. എത്ര മണി വരെയാണ് സമയമുള്ളത്? 8:10 വരെ ഇൻഷാ അല്ലാഹ്. ഇന്നത്തേത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് ആമുഖങ്ങൾ വന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം മുതൽ നേരിട്ട് കിതാബിലേക്ക് നമുക്ക് കടക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചാൽ ഇനി അങ്ങോട്ട് പറയുമ്പോഴൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അസ്സുന്നത്തുൻ നബവിയ്യത്തു ഹിയൽ മസ്ദറു സാനി ലിൽ ഇസ്ലാം ബഅദൽ ഖുർആൻ. ഖുർആനിന് ശേഷം ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് സുന്നത്ത്. എണ്ണം പറയുമ്പോൾ രണ്ടാമത്തതാണ് സുന്നത്ത്. തെളിവെടുക്കുന്ന വിഷയത്തിൽ ഖുർആൻ പോലെ തന്നെയാണ് ഹദീസും, രണ്ട് വ്യത്യാസമില്ല. സ്വീകരിക്കുന്ന വിഷയത്തിൽ ഖുർആൻ പോലെ തന്നെയാണ് ഹദീസും, ഒരു വ്യത്യാസമില്ല. എണ്ണം പറയുമ്പോൾ ആദ്യം ഖുർആൻ, പിന്നെ സുന്നത്ത്, പിന്നെ ഇജ്മാ, പിന്നെ ഖിയാസ്, അങ്ങനെ എണ്ണം പറയും. ഖുർആനിന് ശേഷം ഇസ്ലാമിൻ്റെ പ്രമാണമായി എണ്ണപ്പെടുന്ന രണ്ടാമത്തേത് അത് ഹദീസാണ്. അസുന്നത്തു നബവിയ്യ, നബിയുടെ സുന്നത്തുകളാണ്. ബിലാ റൈബ്, ഒരു സംശയത്തിനും വകുപ്പില്ലാതെ എല്ലാവരും ഇത്തിഫാഖൻ അംഗീകരിച്ച കാരണം, അഹ്ലുസുന്ന ഇത്തിഫാഖൻ അംഗീകരിച്ച കാരണം എന്തെല്ലാം വിഷയത്തിൽ ഇഅ്തിഖാദൻ വഅമലൻ വതശ്രീഅൻ വതൗജീഹൻ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, വിശ്വാസപരമാകട്ടെ, കർമ്മപരമാകട്ടെ, സ്വഭാവപരമാകട്ടെ, ആദാബുകളുടെ മേഖലകളാവട്ടെ, മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വിധിവിലക്കുകൾ സ്ഥാപിക്കുന്ന വിഷയത്തിലാവട്ടെ, എല്ലാത്തിലും ഖുർആന് ശേഷമുള്ള ഇസ്ലാമിന്റെ പ്രമാണമാണ് സുന്നത്തുൻ നബവിയ്യ, നബവി സുന്നത്തുകൾ. വഹിയൽ ഹുജ്ജതു ഫീ ദീനില്ലാഹി വശരീഅതിഹി. സുന്നത്ത് ഖുർആനിൽ പ്രമാണമാണ്, അള്ളാന്റെ ദീനിൽ, അള്ളാന്റെ ശരീഅത്തിൽ അത് പ്രമാണമാണ്. വലാകിൻ മിനൽ അസഫ് ഖദ് തഖവ്വല അൽ വല്ലാഊന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലം യഖുൽഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പല കാര്യങ്ങളും പിന്നീട് ചില പുത്തൻവാദികൾ പറഞ്ഞുണ്ടാക്കി എന്നത് ഖേദകരമായ കാര്യത്തിൽപ്പെട്ടതാണ്. പിൽക്കാലക്കാർ ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കി. വഖ്തറഉ അഹാദീസ മിൻ ഇൻദി അൻഫുസിഹിം വസാദു ഫീ ദീനില്ലാഹി മാ സവ്വലത് ലഹും അഹ്വാഉഹും. അവർ അള്ളാഹിന്റെ ദീനിൽ ധാരാളം കള്ള ഹദീസുകൾ പുതുതായി പടച്ചുണ്ടാക്കി. അവരുടെ ഹവകൾ, അവരുടെ ദേഹേച്ഛകൾ, അവർക്ക് നല്ലതായി തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ ദീനിൽ അധികമായി കൊണ്ടുവന്നു. നല്ലതല്ലേ, ഇത് ശരിയല്ലേ, ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട്
ഒരുപാട് കാര്യങ്ങൾ പുതുതായി കൊണ്ടുവന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞിട്ടാണ് അവർ പറയുക. റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വീകാര്യം എടുത്തിട്ടുണ്ടാവുള്ളൂ. റസൂൽ പറഞ്ഞിട്ടുണ്ടാവില്ല, കള്ള ഹദീസുകളായിരിക്കും. وقد راج هذا النوع من الاحاديث الواهيه والمنكره والموضوعه لدى العلماء المعاصرين المنتسبين الى بعض الفرق رواجا. ഇങ്ങനെയുള്ള കള്ള ഹദീസുകൾ, വ്യാജ ഹദീസുകൾ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ഫിറക്കുകളുടെ, കക്ഷികളുടെ പണ്ഡിതന്മാർക്കിടയിൽ നല്ല നിലയിൽ തന്നെ എന്ത് ചെയ്തു, വേരോടി പ്രചാരത്തിൽ വന്നു. وتساهلوا فيها بدون النظر الى الاسناد وعملوا بها بدون الفقه عن الاثبات. അവരെന്ത് ചെയ്തു, അവർ സനദുകളെ പരിശോധിക്കാതെ ആ വിഷയത്തിൽ അലസത കാണിച്ചു. സഹീഹും ലൈഫും നോക്കാതെ അലസത കാണിച്ചു. അവർ ഇത് സ്ഥിരപ്പെട്ടതാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്തു. വഉംദതുഹും ലിഹാദാ, ഇങ്ങനെ ഒരു അലസത കാണിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്, അവർ അതിന് മുഖ്യമായും കണ്ട ന്യായം ഇത്ലാഖുൽ ഖൗലി ഫഖത്ത് ബിഅന്ന ജുംഹൂറൽ ഉലമാഇ യുജീസൂന റിവായത്തൽ ഹദീസ് ദഈഫ് ഫി ഫളായിലിൽ അഅമാലി വറഖായിഖി വസ്സുഹ്ദി വത്തർഗീബി വത്തർഹീബി വൽ ഖസസി വനഹ്വിഹാ മിമ്മാ ലാ യതഅല്ലഖു ബിഹാ ഹുക്മുൻ ശർഇയ്യുൻ മിനൽ അഹ്കാമിൽ ഖംസ മിൻ ഹില്ലിൻ വഹുർമത്തിൻ വകറാഹത്തിൻ വഈജാബിൻ വസ്തിഹ്ബാബ്. ഇങ്ങനെയുള്ള ലൈഫായ ഹദീസുകൾ സനദൊന്നും നോക്കാതെ, സ്വീകാര്യതയും അസ്വീകാര്യതയും നോക്കാതെ യഥേഷ്ടം കൊണ്ടുവരുമ്പോൾ അവരോട് എന്ത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നു ചോദിച്ചാൽ അവർ മുഖ്യമായും എടുത്തു പറയുന്നൊരു കാര്യം എന്താ അറിയോ, ജുംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ദുർബല ഹദീസുകൾ ഫളായിലിന് കൊണ്ടുവരാം, അമലുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ കൊണ്ടുവരാം, തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ, പേടിപ്പിക്കാൻ കൊണ്ടുവരാം, കഥകൾ പറയാൻ വേണ്ടി കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാലൊരു വിധിവിലക്കുകളുമായി ബന്ധപ്പെടാത്തതാണ് എങ്കിൽ, 5 വിധിവിലക്കുണ്ടല്ല, വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ്, ഈ 5 വിധിവിലക്കുകളുമായി ബന്ധപ്പെടാത്ത ഹദീസുകളാണ് എങ്കിൽ അതിനെ കൊണ്ടുവരുന്നത് കൊണ്ട് പ്രശ്നമല്ല എന്ന പണ്ഡിതന്മാരുടെ വാചകം എടുത്തു ധരിച്ചിട്ടാണ് ഈ 5 അഹ്കാമുകൾ സ്ഥാപിക്കാനും ഇവർ കൊണ്ടുവന്നത്. അതാണ് അത്ഭുതം. ഇവർ കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഖീദക്കാണ് ലൈഫ് ഹദീസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അമൽ സ്ഥാപിക്കാനുള്ള ലൈഫ് ഹദീസ് കൊണ്ടുവരിക. പക്ഷെ അവിടെ സംസാരിക്കുമ്പോൾ അവർ കൊണ്ടുവരാമെന്ന് തെളിവ് കൊണ്ടുവരുന്നത് പണ്ഡിതന്മാരുടെ വാചകം എന്തിനുള്ളതാണ്, ഫളായിലിന് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ ഹദീസുകളായിരിക്കും. ഫളായിലിന് എടുക്കാം, അല്ലെങ്കിൽ തർഹീബ് തർഹീബിന് വേണ്ടിയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ വാക്കുകളാണ് അവിടെ എടുത്തുദ്ധരിക്കുക. അത് മാത്രമാണ് അവർക്ക് ഈ വിഷയത്തിൽ പിടിവള്ളിയായിട്ടുള്ളത്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ കിതാബിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വരും ചർച്ചകളിൽ എന്താണ് പണ്ഡിതന്മാർ ഈ ഫളായിലിന് കൊണ്ടുവരാം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ദുർബല ഹദീസുകൾ വന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, എല്ലാം ഈ ഗ്രന്ഥത്തിൽ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരുന്നുണ്ട്. വഹാദാ തസാഹുലു മിൻ ഇൻദി അൻഫുസിഹിം വമുഖാലഫത്തുൻ ലിൽ ഖവായിദിൽ മുഖററ, ഇത് അവരുടെ ഭാഗത്തു നിന്നുമുള്ളൊരു അലസതയും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കായികകൾക്കെതിരുമാണ്.
فواجب على كل مسلم الذي يحتج بحديث من أحاديثه على إثبات حكم من أحكام الشريعة أن يلاحظ هذا قاله الرسول صلى الله عليه وسلم أم من قول الولاعين ملاحظة شديدة. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകൾ ശരീഅത്തിന്റെ ഒരു ഹുക്മ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന, തെളിവായി എടുക്കുന്ന ഓരോ മുസ്ലിമിൻ്റെയും മേൽ വാജിബാണ്, നിർബന്ധമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അതല്ല വ്യാജന്മാരുണ്ടാക്കിയ കള്ള ഹദീസുകളിൽപ്പെട്ടതാണോ എന്ന് സശ്രദ്ധം നിരീക്ഷിക്കുക എന്നത്. ശക്തമായി നിരീക്ഷിച്ച ശേഷമേ അമലിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ രീതിയിൽ കള്ള ഹദീസുകളും ദുർബല ഹദീസുകളും വ്യാപകമായിട്ടുണ്ട് എന്ന്. വലിഹാദാ വളഅൽ ഉലമാഉ വൽ ജഹാബിദതു അദഖൽ ഖവാനീൻ. അങ്ങനെ അത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ, അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ വളരെ സസൂക്ഷ്മമായ നിയമങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടുവന്നത്. ഒരു ഹദീസ് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് സസൂക്ഷ്മമായ നിയമങ്ങൾ ആവിഷ്കരിച്ചത് എന്ന്. വലിൽ ഇസ്നാദി മക്കാനത്തുഹു അഹ്മിയത്തുഹു ഫിൽ ഇസ്ലാം. സനദിന് ഇസ്ലാമിലേറെ പ്രാധാന്യമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ഇത് എന്തെന്നാൽ തലക്ക അൽ ഉമ്മത്തു അദ്ദീന അൻ ഹാദ ദീന അനി സഹാബ. ഉമ്മത്ത് സഹാബാക്കളിൽ നിന്നും ഈ ദീനിനെ സ്വീകരിച്ചു. വഹും തലഖൗഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും ഈ ദീനിനെ സ്വീകരിച്ചു. വഹുവ തലഖ അർ റബ്ബിൽ ഇസ്സതി വൽ ജലാലി ബിവാസിതത്തിൻ വബിഗൈരി വാസിത കമാ ഹുവ മഅലൂം മിൻ അഖ്സാമിൽ വഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിനെ അള്ളാഹുവിൽ നിന്നും സ്വീകരിച്ചു, ജിബ്രീൽ വഴിയും അല്ലാതെയും. എല്ലാം അങ്ങനെയാണ് ദീൻ നമുക്ക് എത്തിയത്. റസൂലുള്ളാഹി അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിന്ന് സഹാബാക്കൾ സ്വീകരിച്ചു, സഹാബാക്കളിൽ നിന്നും താബികൾ സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ ദീൻ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. വകദാലിക സഹ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്മഊന വയുസ്മഉ മിൻകും വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തസ്മഊൻ, ഇത് ഖബറാണ്, പക്ഷേ ഇൻഷാഇന്റെ ഹുകുമാണ്. നിങ്ങൾ കേൾക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. കൽപ്പന റസൂലുള്ളാഹിന്റെ, എന്നിൽ നിന്നും ഹദീസുകൾ കേൾക്കണം. അപ്പോൾ സഹാബാക്കളെ കൊണ്ട് റസൂൽ കൽപ്പിക്കണം ഹദീസ് കേൾക്കണം. വയുസ്മഉ മിൻകും, നിങ്ങളിൽ നിന്നും കേൾക്കപ്പെടും എന്ന് പറഞ്ഞാൽ താബിഈകൾ നിങ്ങളിൽ നിന്നും കേൾക്കും. അതായത് താബിഈങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അവർ നിങ്ങളിൽ നിന്നും പഠിക്കണം. വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും, നിങ്ങളിൽ നിന്നും കേട്ടവർ കേൾക്കപ്പെടും എന്ന് പറഞ്ഞാൽ താബിഈകൾ താബിഈകളിൽ നിന്നും കേൾക്കണം, പഠിക്കണം, അവർ അവരെ പഠിപ്പിക്കണം എന്ന്. സഹിയായ ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യമാണെന്ന് പറഞ്ഞ ഹദീസാണ്. അത് ഈ ഹദീസ് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചു. അഖ്റജഹു അബൂദാവൂദ് ഫീ കിതാബിൽ ഇൽം വൽ ഇമാം അഹ്മദ് കിലാഹുമാ ബിസനദിൻ സഹീഹ് വഅഖ്റജഹു ഐദൻ അൽ ഇമാം അൽ ഹാകിം ഫീ മഅരിഫത്തി ഉലൂമിൽ ഹദീസ്. ധാരാളം പണ്ഡിതന്മാർ സഹിയായ സനദോടുകൂടി ഈ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വഖാല, എന്നിട്ട് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലഖദ് വസഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൽ ഹദീസ് അർബഅ തിബാകിൻ ഫീ റുവാത്തിൽ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഹദീസ് ഉദ്ധരിക്കുന്ന 4 ഘട്ടങ്ങളെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന്. വഹാദിഹിൽ ഖാമിസത്തുൽ ലത്തി നഹ്നു ഫീഹാ അലാ മാ വസഫഹു. റസൂലുള്ളാഹി പറഞ്ഞത് പ്രകാരം നമ്മൾ 5ാമത്തെ ഘട്ടത്തിലാണ് എന്ന്. ഈ ഹദീസിന് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം, ഒന്ന് ഇൽമിന്റെ പഠനമാണ്. 2, 3 തലമുറകളെ ഈ ഹദീസ് റസൂലുള്ളാഹി പുകഴ്ത്തുന്നുണ്ട്. സഹാബാക്കൾ, താബിഊകൾ, തബൂ താബിഊകൾ. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി 4 ഘട്ടങ്ങൾ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹിനെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. റസൂലുള്ളാഹി, സഹാബാക്കൾ, താബിഊകൾ, തബൂ താബിഊകൾ. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 405 മരണപ്പെട്ട പണ്ഡിതനാണ്. 5ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മരിച്ച പണ്ഡിതനാണ്. 4ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. റസൂലുള്ളാഹിനെ കൂട്ടാതെ വരുമ്പോൾ ഇമാം ഹാക്കിം എന്തിൽപ്പെടും? ഹിജ്റ 4ാം നൂറ്റാണ്ടിൽ പെടുന്ന ആളാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ളത് 3 തലമുറയാണ്: സഹാബാക്കൾ, താബിഊകൾ, തബൂ താബിഊകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ദീൻ നമ്മിലേക്ക് എത്തിയത്. ഓരോ സമുദായം കൈമാറി വന്നത്. അതുകൊണ്ട് തന്നെ സനദിന് ഏറെ പ്രാധാന്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദീനിലുണ്ട് എന്ന്. വലം യകുനിൽ മുസ്ലിമൂന ഫീ സദരിൽ ഇസ്ലാമി ഇലാ ഖിലാഫത്തി ഉസ്മാന
യക്ദിബു ബഅദുഹും ബഅദ അല്ലെങ്കിൽ യുകദ്ദിബു ബഅദുഹും ബഅദൻ ഫസ്സിക്കത്തു തംലഉ സുദൂറഹും വൽ ഈമാനു യഅമുറു ഖുലൂബഹും ഹത്താ ലമ്മാ വഖഅത്തിൽ ഫിത്നത്തുൽ അംയാഉ അല്ലതി തബന്നാഹാ അബ്ദുല്ലാഹി ഇബ്നു സബ അൽ യഹൂദി വതകവ്വനത് അലാ അഥരിഹാ അൽ ഫിറഖ് വൽ അഹ്സാബ് وبدأ الكذب على رسول الله صلى الله عليه وسلم من ذوي الأغرال والأهواء وقف الصحابة والتابعون لها وفقة قوية للحفاظ على الحديث الذي كان محفوظا في صدورهم ومكتوبا من بعض الصحابة في سطور وأصبحوا يشددون في طلب الإسناد من الرواة والتزموا في الحديث لأن السند للخبر كالنساء للمرء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബാക്കളുടെ കാലഘട്ടത്തിൽ പരസ്പരം എല്ലാവർക്കും വിശ്വാസമായിരുന്നു. സഹാബാക്കൾ പരസ്പരം എല്ലാവരെയും വിശ്വസിക്കുമായിരുന്നു. ആർക്കും ആരെയും സംശയമില്ല. കള്ളന്മാരായ സഹാബാക്കളില്ല. സഹാബാക്കൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണ വിശ്വസ്തരായിരുന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് ആകുമ്പോഴേക്ക് വിജയികൾ വന്നു, രംഗത്ത് വന്നു. ഖവാരിജികൾ രംഗത്ത് വന്നു. കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊല വരെ നടന്നു. വലിയ ഒരു ചരിത്രമാണത്. ചരിത്രത്തിൽ പഠിക്കേണ്ട വലിയ വിഷയമാണ്. മഖ്തുൽ ഉസ്മാൻ റളിയല്ലാഹു തആല. അതുവരെ പരസ്പരം ഹൃദയത്തിൽ വിശ്വാസം കൊണ്ട് നടന്ന സഹാബാക്കൾക്ക് അതിനുശേഷം വിശ്വാസം പോയി. പലരുടെയും വിശ്വാസം പോയി. കാരണം കള്ളന്മാർ രംഗത്ത് വന്നു. താബികൾപ്പെട്ട സഹാബാക്കളെ കണ്ടവരിൽപ്പെട്ട പലരും കള്ളന്മാരായി വിധേയികളായി രംഗത്ത് വന്നു. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദിയാണ് അത് ഉണ്ടാക്കിയത്. അയാളാണ് അന്ന് 12 ഗ്രൂപ്പ് ഉണ്ടാക്കിയ അയാൾ ഒറ്റക്ക്. വിധേയികൾക്ക് എളുപ്പമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. കാരണം ഇൽമു വേണ്ടല്ലോ. പണ്ഡിതന്മാരായിട്ട് ബന്ധം ഉണ്ടാവില്ല. പണ്ഡിതന്മാരിൽ ബന്ധപ്പെടാൻ സാധാരണക്കാരെ വിടുകയും ചെയ്യില്ല. ഏത് കാലഘട്ടത്തിലും വിധേയികൾ വിജയിച്ചത് സാധാരണക്കാരെ പണ്ഡിതന്മാരിൽ നിന്നും അകറ്റി എന്നുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം നമ്മളെ മംഗലാപുരത്തൊക്കെ ഒരു പുതിയ ടീം വന്നിട്ടുണ്ട്, മഹദി ടീം. അവരാദ്യം പറഞ്ഞെന്താ അറിയോ? പണ്ഡിതന്മാരോട് ചോദിക്കാൻ പാടില്ല. ഫസ്റ്റ് തവണ ദാവത്ത് പണ്ഡിതന്മാരോട് ചോദിക്കാൻ പാടില്ല. എല്ലാ കാലഘട്ടത്തിലും ദീനിനെ സ്വീകരിക്കാതിരുന്നവർ പണ്ഡിതന്മാരാണ്, മേനാളന്മാരാണ്, കൊണ്ട് അവരടുത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ പറഞ്ഞ കേട്ടാൽ മതി. എൻ്റെ അടുത്തേക്ക് കുറേ പേര് അവിടെ കണച്ചൂർ ഹോസ്പിറ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നിരുന്ന വിഷയങ്ങൾ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇവർ ഉള്ളിലൂടെ കളിക്കുന്നുണ്ട്. അവർ ആദ്യം കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ പണ്ഡിതന്മാരുടെ ബന്ധം ഉണ്ടാവരുത്. ഉണ്ടായാലും ദീൻ തിരിയും. ഇവരുടെ വിധേയത്ത് പ്രചരിക്കൂല. അത് അന്നേ ഉള്ളതാണ്. എക്കാലത്തെയും വിധേയികളുടെ ഒരു കുപ്രചരണമായിരുന്നു പണ്ഡിതന്മാരത്തേക്ക് പോകരുത് എന്നുള്ളത്. ഖവാരിജികളൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഖവാരികൾ ആദ്യം പറഞ്ഞത് അതാണ്, പണ്ഡിതന്മാരത്തേക്ക് പോകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയ സംഭവങ്ങളൊക്കെ വിശ്വപ്രസിദ്ധമാണ്. അങ്ങനെ അതിലൂടെ ഒരുപാട് ഫിറക്കുകൾ, കക്ഷികൾ ഉണ്ടായി. അങ്ങനെ റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറയാൻ തുടങ്ങി. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ മദ്ഹബുകൾ സ്ഥാപിക്കാൻ, അവരുടെ ദേഹേച്ഛകൾ സ്ഥാപിക്കാൻ, സ്വന്തം കുഴപ്പങ്ങളിൽപ്പെട്ടവർ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താൻ ഒക്കെ കളവ് പറയലേ. ഒരു ഉസ്താദ് ഒരു മോനെ അടിച്ചു. മോനെ അടിച്ചപ്പോൾ മോൻ കരഞ്ഞുകൊണ്ട് ഉപ്പാടത്തേക്ക് പോയി. അപ്പോൾ ഉസ്താദ് പിന്നാലെ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിനി മോനെ അടിക്കാമെന്ന്, അടിക്കുന്ന ടീച്ചർ നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ട് കള്ള ഹദീസ്. അങ്ങനെ വരെ ഹദീസുകൾ തോന്നിയതുപോലെ ഒരു പേടിയില്ലാണ്ട് ഹദീസുകൾ ഉണ്ടാക്കി. ഇന്നുണ്ട് അത്. വാട്സപ്പിലൊക്കെ സംസാരിച്ചപ്പോൾ ഈ സമസ്തക്കാരായവർ കള്ള ഹദീസ് ഉണ്ടാക്കി. ഞാൻ നന്മ ഉദ്ദേശിച്ചുണ്ടാക്കിയതാണെന്ന് അയാൾ തന്നെ തുറന്നു പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റസൂല പറയാത്തത് പറഞ്ഞിട്ട് റസൂല പറഞ്ഞാൽ വെറുതെ പറഞ്ഞതാണ്, ഞാൻ നന്മ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നലെ വരെ ഒരു ഹദീസ് കണ്ടു, റസൂല പറഞ്ഞു എന്ന് പറഞ്ഞത് തബൂ താബിയായ ഒരു പണ്ഡിതന്റെ കൗലാണ്. അത് റസൂല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നു. കരുതിക്കുട്ടി പറയുന്നതാണ്. ഇന്നുണ്ട് വിധികൾക്കിടയിൽ. അങ്ങനെ അവരുടെ ദേഹേച്ഛകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കള്ള ഹദീസുകൾ ഉണ്ടാക്കുകയും ടീമുകളായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ സഹാബാക്കൾ ശക്തമായി അതിനെതിരെ നിലകൊണ്ടു. ശക്തമായി അതിനെതിരെ പ്രതിരോധിച്ചു നിന്നു. ഹദീസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലദീ കാന മഹ്ഫൂദൻ ഫീ സുദൂരിഹിം, അവർ ഹൃദയസ്ഥമാക്കിയ ഹദീസുകൾ. വമക്തൂബ മിൻ ബാലി സഹാബത്തി ഫീ സുതൂർ, ചില സഹാബാക്കൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹദീസുകൾ, അതിനെയും സംരക്ഷിക്കാൻ വേണ്ടി അവർ നിലകൊണ്ടു. വഅസ്ബഹു യുശദ്ദിദൂന ഫീ തലബിൽ ഇസ്നാദ്, അവർ സനദുകൾ കേൾക്കുന്ന വിഷയത്തിൽ കണിശത കാണിക്കാൻ തുടങ്ങി. മിനറുവാത്ത് റാവിമാരിൽ നിന്നും വൽതസമു ഫിൽ ഹദീസ്, ഹദീസിനെ സ്വീകരിക്കുന്ന വിഷയത്തിലും അവർ കണിശത കാണിക്കാൻ വേണ്ടി തുടങ്ങി. അവർ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ നിബന്ധനകൾ വെച്ച് തുടങ്ങി. പുള്ളു കേൾക്കൂല. ബുഷൈർ അൽ അദവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഇങ്ങനെ പറയാം,
അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നത് കാല റസൂലുള്ളാഹ് കാല റസൂലുള്ളാഹ്, ഇബ്നു